ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2024 വാർഷിക പരീക്ഷ 2ാം ക്ലാസ്സിൻ്റെ കിതാബത്ത് നടത്തിയതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇതുപോലെ മറ്റു മോഡലുകൾ പാഠഭാഗത്തു നിന്നൊക്കെ മനസ്സിലാക്കി പഠിക്കാം. എന്താണ് ഇവിടെ ആദ്യം എന്താ വരുന്നത്? പദങ്ങൾ നിർമ്മിക്കാനാണ്. ഇവിടെ താഴെ കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പദങ്ങൾ നിർമ്മിച്ചു കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് വന്നത് എന്താണ്? എ എന്നാണ്. എ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? എനിക്ക് എന്ന് എഴുതി കൊടുക്കാം. അതുപോലെ എന്നും, എവിടെ, എന്ത് വേണമെങ്കിലും എഴുതാം. ആ എ അക്ഷരം മതി. അപ്പം അത് എഴുതാം. ഇനിയാ ഞങ്ങൾ എന്ന് എഴുതാം. പിന്നെന്താ? പറഞ്ഞത്, ഇടയിൽ ഞാൻ വരുന്നുണ്ട്. പറഞ്ഞത്. അപ്പം അത് മനസ്സിലാക്കാം. മഞ്ഞ എന്നൊക്കെ എഴുതാം. അടുത്തതോ? ണ മണം, പണം, വേണം. അങ്ങനെ പദങ്ങൾ എഴുതാം. ഇനി ര വര, മരം, കുര. അങ്ങനെ നമുക്ക് എഴുതാം. അടുത്തത് പന, പദം. അങ്ങനെ വെച്ചിട്ട് നമുക്ക് എഴുതാം. ഇനിയോ? ള വള, കുളം, തവള. അങ്ങനെ നമ്മൾ വെച്ച് മലയാളത്തിൽ പഠിച്ച വേർഡ്സുകൾ അറബി മലയാളത്തിലേക്കാക്കിയിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾ ഈ അക്ഷരം തന്നെ പഠിക്കുകയല്ല വേണ്ടത്. ഇതിലുള്ള ഏതെങ്കിലും അക്ഷരവും വരാം. ഇതിനോട് കൂടെ നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ പഠിച്ചിട്ടുണ്ട് അറബി മലയാള അക്ഷരം എന്ന് പറഞ്ഞിട്ട്. അതിൽ പഠിച്ച എല്ലാ അക്ഷരങ്ങളെ വെച്ചിട്ട് ഓരോ വേർഡ്സുകൾ ഇതുപോലെ ഉണ്ടാക്കി പഠിക്കാം. അപ്പോൾ അത് നമുക്ക് അക്ഷരം മാറി വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. മനസ്സിലാക്കാം. ഇനി എന്താണ്? വാചകം നിർമ്മിക്കാനാണ്. വാക്യം നിർമ്മിക്കണം. എന്താണ്? ഇവിടെ പോയി എന്നുള്ളൊരു വേർഡ്സ് ഉണ്ട്. അത് വെച്ചിട്ട് വാചകമാക്കണം. എന്താണ്? ഞാൻ സ്കൂളിൽ പോയി, ഞാൻ വീട്ടിൽ പോയി. നമുക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയുന്ന, തെറ്റില്ലാതെ എഴുതാൻ കഴിയുന്ന ഒരു ചെറിയ വേർഡ്സ് എഴുതിയാൽ മതി. ഉമ്മയുടെ കൂടെ പോയി. അങ്ങനെ പോയി എന്നതിൽ ഉൾപ്പെടുത്തുക. ഇനി കണ്ടു. എന്താണ്? ഞാൻ ഉമ്മയെ കണ്ടു, ഞാൻ കൂട്ടുകാരെ കണ്ടു, ഞാൻ ഉസ്താദിനെ കണ്ടു, ഞാൻ എൻ്റെ പെന്ന് കണ്ടു, പെൻസിൽ കണ്ടു എന്നൊക്കെ എഴുതാം. കണ്ടു അതിൽ വരാം. അടുത്ത കൊടുത്തു. എന്താണ്? ഞാൻ ഉമ്മക്ക് മുത്തം കൊടുത്തു, ഞാൻ ഉസ്താദിന് സമ്മാനം കൊടുത്തു, ഞാൻ കൂട്ടുകാരിക്ക് പെൻസിൽ കൊടുത്തു. അങ്ങനെ കൊടുത്തു എന്ന പദം ഉൾപ്പെടുത്തുക. എവിടെ? എൻ്റെ മദ്രസ എവിടെ? ഉസ്താദിൻ്റെ വീട് എവിടെ? കൂട്ടുകാരുടെ വീട് എവിടെ? എന്നൊക്കെ നമുക്ക് എവിടെ എന്ന് ചേർത്ത് എഴുതാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് വേർഡ്സ് വന്നാലും അതിനോട് ചേർത്തിട്ട് നമുക്ക് നമ്മൾ ഡെയിലി സംസാരിക്കുന്ന കാര്യങ്ങൾ ചേർത്തിട്ട് ഒരു വാക്യം നിർമ്മിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കാം. വരണം എന്നൊരു വേർഡ്സ് വന്നിക്കാണെങ്കിലോ? നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം. പോയി ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഞങ്ങൾ മദ്രസയിൽ പോയി. അങ്ങനെ വാചകങ്ങൾ നിർമ്മിച്ചെടുക്കുക. ഇനി എന്താണ്? ഹർക്കത്തുകൾ ഇടാനാണ്. ഇവിടെ നമ്മൾ പഠിച്ച ദിക്റും ദുആവും സലാമൊക്കെയാണ് വന്നത്. അപ്പോൾ അതിന് ഹർക്കത്തുകളില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കി ഹർക്കത്തുകൾ ഇടും? ആദ്യം ഇതെന്താന്ന് മനസ്സിലാക്കുക. എന്താണ്? തബാറക്കത്ത റബ്ബന വതആലൈത്, കുനൂത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ തബാറക്കത്ത എന്ന് പറയണമെങ്കിൽ ഇവിടെ താ വേണം, ഫതഹ വേണം. ബാ എന്ന് പറയണമെങ്കിൽ ഫതഹ വേണം. റാ എന്ന് പറയണമെങ്കിൽ ഫതഹ വേണം. കാ എന്ന് പറയണമെങ്കിൽ വേണം തബാറക്കത്ത, ഒക്കെ ഫതഹ വേണം. റബ്ബന വതആലൈത്, സുക്കൂന് വതആലൈത്. അങ്ങനെ ഹർക്കത്തുകൾ ഇടാൻ പഠിക്കുക.
മനസ്സിലാക്കുക. ഇനി ഇവിടേക്ക് എടുത്ത് ഹർക്കത്തിട്ട് വേറെ എഴുതിയാലും മതി. മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ എന്താണിത്? യാ റസൂൽ സലാം അലൈക്കും. അപ്പം അതിന് യാ റസൂൽ സലാം അലൈക്കും. യാ റസൂൽ സലാം അലൈക്കും. അടുത്തതാ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. സുജൂദിൽ ചെല്ലുന്ന ദിക്ർ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അങ്ങനെ ഓരോരോ അക്ഷരങ്ങൾ പറഞ്ഞിട്ട് അത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. അടുത്ത എന്താണ്? അപ്പോൾ ഇതുപോലെ നമ്മൾ പഠിച്ച മറ്റ് ദിക്റുകൾ റബ്ബന ലക്കൽ ഹംദു, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, വജ്ഹത്തിൽ നിന്ന്, അങ്ങനെയൊക്കെ വരാം. മനസ്സിലാക്കാം. ഇനി എന്താണ്? പൂരിപ്പിക്കാനാണ്. എന്താണ് ഇവിടെ വന്ന്? അല്ലാഹുമ്മ സല്ലി അലാ ഡാഷ് മുഹമ്മദിൻ. എന്താണ്? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. അപ്പോൾ ഇവിടെ സയ്യിദിന ഇതാ. അടുത്തതാ അല്ലാഹുമ്മ ഡാഷ് അബ്വാബ റഹ്മതിക. എന്താണ്? അല്ലാഹുമ്മ അഫ്തഹ്ലി അബ്വാബ റഹ്മതിക. എന്താണ്? പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ പഠിച്ചിരുന്നു അല്ലേ? അതുപോലെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. അത് ഇതുപോലെ ഭാഗം വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അടുത്തതാ സലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ റസൂലല്ലാഹ്. അടുത്തതാ റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫൈനി. സുജൂദുകൾക്കിടയിലുള്ള ദിക്ർ മനസ്സിലാക്കുക. അതുപോലെ റബ്ബന ലക്കൽ ഹംദു ഡാഷ് സമാവാത്തി മിൽ അസ് സമാവാത്തി, അങ്ങനെ വരാം. അപ്പോൾ അതൊക്കെ എവിടുന്ന് നമുക്ക് അങ്ങനെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. മനസ്സിലാക്കുക. ഇനിയാ ഇവിടെ ഇത് ക്രമത്തിലാക്കണം. എന്താണ്? ഫലക്കൽ ഹംദു അലാ മാ കളൈത്. കുനൂത്തിൽ നിന്നാണ്. ഫലക്കൽ ഹംദു അലാമ കളൈത്. അത് ഇവിടേക്ക് എഴുതി കൊടുക്കാം. 1, 2, 3, 4. അടുത്തതാ റബ്ബിർഹംഹുമാ. 1 റബ്ബിർഹംഹുമാ. 2 റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഈറ. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഈറ. ഇതൊക്കെ ഹർക്കത്ത് ഇടാനും തരാം. അപ്പം അത് പഠിക്കാം. അടുത്ത എന്താണ്? വമാ അന മിനൽ മുശ്രിക്കീൻ. വജ്ഹത്തുൽ നിന്നാണ് വന്നത്. വമാ അന മിനൽ മുശ്രിക്കീൻ. അടുത്തതോ കാന റജുലുൻ യംശി ബിത്വരീഖിൻ. കാന റജുലുൻ യംശി ബിത്വരീഖിൻ. ഒരു വഴിയിലൂടെ ഒരാൾ കടന്നു വന്നു. നമ്മൾ അവസാനത്തെ പാഠത്ത് പഠിച്ചിരുന്നു അല്ലേ? ഒരു വഴിയിലൂടെ ഒരാൾ നടന്നു വന്നു. നമ്മൾ അവസാനത്തെ പാഠത്ത് പഠിച്ചിരുന്നു. കാന റജുലുൻ യംശി ബിത്വരീഖിൻ. അപ്പോൾ അത് കാന റജുലുൻ യംശി ബിത്വരീഖിൻ. അങ്ങനെ നമുക്കത് പൂർത്തിയാക്കാൻ കഴിയണം. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മൾ പഠിച്ച മറ്റേതെങ്കിലും ദിക്റുകളോ ഇതുപോലെ വന്ന ഏതെങ്കിലും അറബി ഒക്കെ വന്നാൽ നമുക്ക് ക്ലിയറാക്കി എഴുതാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക. ഇനി നോക്കി എഴുതാനാണ്. ഇവിടെ തന്നത് ഇവിടേക്ക് പകർത്തി എഴുതിയാൽ മതി. എന്താണ്? ഞാൻ കൃത്യമായി നിസ്കരിക്കും. അതിവിടേക്ക് എഴുതാം. പിന്നെ ഉസ്താദുമാരെ ബഹുമാനിക്കണം.
സത്യം മാത്രമേ പറയാവൂ. നേരത്തെ ഉണരണം. നേരത്തെ ഉണരണം. അപ്പോൾ അതൊക്കെ അതുപോലെ അങ്ങോട്ട് പകർത്തി എഴുതാം. ഇനി ശരിയായത് എടുത്ത് എഴുതണം. ശരിയായത് ഇതിൽ ഏതാണ് ശരിയായ കഅബ എന്നുള്ളത്? ഏതാണ് കഅബ? ഈ അവസാനത്തിലെ ഇതാണ് ശരിയായത്. കഅബ എന്ന് പറയില്ല, കഅബ ബ എന്ന് പറഞ്ഞ് നിർത്തൂല, ഹാത്താവ് വരും. കഅബ അതാണ് ശരിയായത്. അടുത്തതാ മുഖം. ഇതിലേതാണ് മുഖം എന്നത് ശരിയായത്? രണ്ടാമത്തെ ഗ ആണ്. ഇതാണ് ശരിയായത്, ഇതല്ല, ഇതൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്ത കാഫുകൾ ഇടാൻ കഴിയുന്ന വേർഡ്സുകൾ, വ്യത്യസ്ത സീന് വരുന്നത്, സ്വർഗം എന്നൊക്കെ അത് ഉള്ളത്, സൃഷ്ടി, അങ്ങനെയുള്ള പദങ്ങൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മറ്റു വീഡിയോസിൻ്റെ കൂടെയൊക്കെ ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോഴാണ് നമുക്കിതുപോലുള്ള പദങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ മുഖം എന്നത് ഇതാണ് വരുന്നത്. ഇവിടെ സൂര്യൻ. ഇതിലേതാണ്, ഏത് സൂര്യൻ എന്നതാണ് ശരി? സൂര്യൻ. സൂര്യൻ ഇതാണ് ഈ ര്യ എന്നതാണ് ഇവിടെ ശരി. ഇവിടെ സൂര്യൻ, സൂര്യൻ, സൂര്യ, ഈ യ എൻ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ര്യ അല്ല, ശബ്ദ് വേണ്ട, നമുക്ക് ഇതാണ് ശരിയായത്, സൂര്യൻ എന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പദങ്ങൾ സംരക്ഷിച്ചു, സൃഷ്ടി, ശരീരം, പ്രാർത്ഥിച്ചു, അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ ഇതുപോലെ നമുക്ക് ശരിയായത് തിരഞ്ഞെടുത്താൻ എഴുതാൻ വരും. അപ്പോൾ ഓരോ പാഠത്തിലും നമ്മൾ മനസ്സിലാക്കുക, ഇതുപോലെ വ്യത്യസ്ത രീതിയിൽ എഴുതാൻ കഴിയുന്ന വേർഡ്സുകൾ. അപ്പോഴാണ് നമുക്ക് അതിൽ നിന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി എഴുതാൻ കഴിയുള്ളൂ. സംഘം. സംഘം അവിടെ വ്യത്യസ്ത രീതിയിലുള്ള ആണ്. ഇതുപോലെ അത്ഭുതം, അവിടെ ബാവ് ഹാവും കൂടി വരുന്നത്. അതേപോലെ സത്യസന്ധത, എന്താ എഴുതുന്നത് വ്യത്യസ്ത രീതിയാണ്. അപ്പോൾ അതുപോലെ എല്ലാ പാഠത്തുനിന്നും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമ്മൾ കിതാബത്തിൻ്റെ മറ്റൊരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഉപകാരപ്പെടുത്തി കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എക്സാമിനോടനുബന്ധിച്ച് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയതുണ്ട്, അതുകൂടി വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.